ലോകത്ത് നടക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള എക്സാമുകളിലൊന്നാണ് നമ്മുടെ JEE അഡ്വാൻസ്ഡ്. ആ എക്സാമിൽ 645 റാങ്ക് നേടി ഇന്ത്യയുടെ നെറുകയിൽ, ലോകത്തിന്റെ നെറുകയിലെത്തിയ നമ്മുടെ ബ്രില്യന്റിലെ ഒരു മിടുക്കനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മാഹിർ അലി, കൺഗ്രാറ്റുലേഷൻസ്. നമ്മളൊപ്പം മാഹിർ അലിയും അദ്ദേഹത്തിന്റെ ഫാമിലിയും ഉണ്ട്. നമുക്ക് അവരെ ആദ്യം പരിചയപ്പെടാം. അച്ഛന്റെ പേരെങ്ങനെ? എന്റെ പേര് സമീർ അലി. നമ്മുടെ പേര് ഹഫീജ. അനിയൻ അഫാം. അനിയത്തി എന്തോ? ഹൈസ. ഓക്കെ. അപ്പൊ എന്ത് തോന്നുന്നു? നമുക്ക് ഫാമിലിയുടെ സന്തോഷമാണ് ആദ്യം അറിയേണ്ടത് അല്ലേ? നമുക്ക് എക്സാമിലേക്കൊക്കെ പിന്നെ വരാം. എന്ത് തോന്നുന്നു നമുക്ക് റിസൾട്ട്? ദൈവത്തിന് നന്ദി പറയാണ്. പിന്നെ അവന്റെ കഷ്ടപ്പാടിന് അവന് ശരിക്ക് ബുദ്ധിമുട്ടി തന്നെ പഠിച്ച് ശരിക്ക് നല്ലവണ്ണം ട്രൈ ചെയ്തിട്ടുണ്ട് അവന്. പിന്നെ പല പ്രോഗ്രാമുകളും ഒക്കെ ഞങ്ങളെ ഇവിടെ ഉള്ള പല ഇതും മാറ്റി വെച്ചിട്ടാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പല കല്യാണങ്ങളും നമ്മളെ ഫാമിലി പ്രോഗ്രാമുകളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇതിനു വേണ്ടി നിന്ന്. അതുപോലെ തന്നെ ബ്രില്യന്റിന്റെ ആൾക്കാരെ കോച്ചിങ്ങും അതിലൊരു പ്രധാന ഘടകം തന്നെയാണ്. അവന്റെ ടാലന്റ് ഉണ്ട്, പക്ഷെ അതിന്റെ ഒരു വഴി തെളിയിച്ചു കൊടുത്തത് ഇവരാണ്. അപ്പൊ എങ്ങനെ തോന്നുന്നു? അതായത് ഇത് 2 എക്സാമുകളായിരുന്നു. അതായത് പ്രിലിമിനറി ആയിട്ട് ഒരു JEE മെയിൻസും അതിനുശേഷം ഒരു JEE അഡ്വാൻസ്ഡും. എനിക്ക് തോന്നുന്നത് മെയിൻസിന് നമ്മള് ടോപ്പ്, അതായത് ഫസ്റ്റ് പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയത് ഇദ്ദേഹത്തിനാണെന്ന് തോന്നുന്നു. പക്ഷെ എക്സാമിന്റെ ഡേറ്റിന്റെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കണം നമുക്ക് ആ സമയം എല്ലാം കൂടി ഒത്തു വരുമ്പോഴേ ആ ടൈമിന് ചെയ്യുന്ന അറിയാലോ സാറിന്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് നമുക്ക് ഏറ്റവും സ്കോർ കൂടുതൽ, അതായത് എക്സാമിന്റെ ഡേറ്റിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. എനിക്ക് 276 ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ സ്കോർ അല്ലേ? ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയ അദ്ദേഹമാണ് മാഹിർ അലി. അപ്പൊ എങ്ങനെ തോന്നുന്നു JEE മെയിൻസിന്റെ എക്സാം കഴിയുമ്പോഴത്തേനും എന്തായിരുന്നു നമ്മുടെ ഒരു ആദ്യത്തെ ഫേസ് എക്സാമിൽ തന്നെ? ആദ്യത്തേതിന് ചെറിയ അവൻ 99.69 ആയിരുന്നു. അപ്പൊ രണ്ടാമത്തേന് അവൻ നേരെ 99.96 ആയിട്ട് നേരെ 96 മാറ്റി എഴുതിയ. ഓക്കെ, ശരി. എനിക്ക് തോന്നുന്നു ആൾക്കാര് അത്ര ആളൊരു കിട്ടിയത്. ഓക്കെ, വലിയൊരു സന്തോഷം ഇല്ലായിരുന്നു. 99.69 കിട്ടിയിട്ടും ഒരു വലിയ സന്തോഷമില്ല. ഓക്കെ, ശരി. നമ്മൾക്ക് എങ്ങനെ തോന്നുന്നു? അതായത് ഈ കുട്ടികള് 99.6 എന്ന് പറയുമ്പോൾ നമ്മൾ 99.6 എന്ന് പ്രതീക്ഷിക്കും. ഇവര് ഡിസപ്പോയിന്റഡ്. എന്താ 99.9 ഇല്ല? അതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഒന്ന് കണ്ടത്? കാരണം പിള്ളേരുടെ ഒരു കോമ്പറ്റീഷന്റെ ഒരു ലെവല്, അതായത് സാധാരണ നമ്മളാണല്ലോ ഇവരോട്, പൊതുവെ പാരന്റ്സ് ആണല്ലോ പറയേണ്ടത്, കുറഞ്ഞു പോയി 99.9 മേടിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കേണ്ടത്. ധാരണയിൽ ഇവിടുത്തെ എല്ലാ ആഴ്ചയിലും ഉള്ള ടെസ്റ്റിലും കാര്യത്തിലും ഇവര് എല്ലാരും ആയിട്ട് ഇങ്ങനെ പോകുമ്പോ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഒരു ഐഡിയ ഞങ്ങളെക്കാട്ടി കൂടുതൽ ഉണ്ടാവുമല്ലോ. സ്റ്റഡി ചെയ്യുന്ന കുട്ടികളുടെ ഇടയിൽ ഉള്ള വ്യത്യാസം. എനിക്ക് തോന്നുന്നു മെയിൻസിനും അഡ്വാൻസിനും ഏകദേശം ഒരേ റാങ്കുകളിൽ 600 സംതിങ് അല്ലേ, രണ്ടും ഒരേ റാങ്കുകളിൽ വന്നിരിക്കുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലാണ് 645, ഓൾ കേരള 6th റാങ്ക് ആണ്. അതും ലോകത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് എക്സാം ആണ് JEE അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോഴേ എന്താ പറഞ്ഞത്? വലിയൊരു സന്തോഷം പ്രകടിപ്പിച്ചത് എങ്ങനെയായിരിക്കണം? അത് നമുക്ക് ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നതായിരിക്കുന്നല്ലേ. എന്തുവാടാ പാരന്റ്സ് പറഞ്ഞു? അച്ഛനും അമ്മ എന്താ പറഞ്ഞത്? അച്ഛനൊന്നും ഒന്നുമില്ല, ഇനി എക്സാം ടഫ് ആണെങ്കിലും കുഴപ്പമില്ല. അതല്ല, എക്സാം കഴിഞ്ഞപ്പോഴത്തേനും റിസൾട്ട് വന്നു. നിങ്ങൾ ന്യൂസിലാണോ അറിഞ്ഞത്? അറിഞ്ഞതാണ്. പിന്നെ അവന് ഒരു വെറീഡ് ആയിരുന്നു. ഓക്കെ, ശരി. സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഭാഗത്ത്. അന്നേരം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാന് ശരിക്കും പ്രതീക്ഷിച്ച ഒരു 700 പുറകോട്ട് കിട്ടി. അതായത് 600 കിട്ടിയപ്പോഴത്തേനും ഭയങ്കര സന്തോഷം. നമുക്ക് എക്സാമുകളെ കുറിച്ചൊക്കെ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു JEE മെയിൻസിന്റെ എക്സാം? അതായത് കൂടുതലും നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് മാഹിറിന്റെ എക്സാമിന്റെ എക്സ്പീരിയൻസും പഠിച്ച ഒരു എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? മെയിൻസ് ആദ്യം പറയാം. മെയിൻസിന്റെ എക്സാമിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മെയിൻസ് ഫസ്റ്റ് ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്ക് ഒക്കെ ചെയ്തു പോയി. പിന്നെ സിലബസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളായിരുന്നു. പിന്നെ ഇവിടുത്തെ ബ്രില്യന്റിലെ മോഡൽ എക്സാംസും അതിൽ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു മെയിൻസും. മെയിൻസിൽ നിന്നും അഡ്വാൻസിലേക്ക് മാറിയപ്പം എന്ത് ഡിഫറൻസ് ആണ് വരുത്തിയത്? മെയിൻസ് ഇത്രയും കൂടി സമയം സ്പെൻഡ് ചെയ്തു. അതായത് ഓരോ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാനായിട്ട് എനിക്ക് അറിയാത്ത ഇത്തിരി കോൺസെപ്റ്റ്സ് ഒക്കെ ഞാനൊരു നോട്ടിൽ എഴുതി വെച്ചായിരുന്നു. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ലാസ്റ്റ് മൊമെന്റിൽ റിവിഷന് വേണ്ടി നോട്ടുകളൊക്കെ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, ശരി. ഇതിന്റെ അതായത് നമുക്ക് ആഗ്രഹങ്ങളാണ്, നമുക്കിപ്പോൾ അടുത്തൊരു കോഴ്സിന് പോകുക എന്നുള്ള ഒരു ആഗ്രഹങ്ങളാണ് കാര്യമായിട്ടും ഈ എക്സാം എഴുതുന്നത്. പെട്ടെന്നൊരു ഇമേജിലേക്ക് വന്നത് എങ്ങനെയാ?
അതായത് നമ്മൾ ന്യൂസിൽ നമ്മുടെ പേര് കാണിക്കുന്നു, പാരന്റ്സിനും ഫാമിലിക്കും ഒക്കെ വേറൊരു അതായത് അത് റിസൾട്ട് എന്ന് പറയുന്നത് നോർമലി നമുക്ക് ഇത്ര പെർസെന്റേജ് കിട്ടി, ആ സന്തോഷം എന്നുള്ളതിനേക്കാൾ ഒരു സെലിബ്രിറ്റി ആയി പോയില്ലേ പെട്ടെന്ന്. ആ ഒരു ഇമേജ് എങ്ങനെയാ കാണുന്നത്? അത് വളരെ സന്തോഷമുണ്ട്. അതായത് ഒത്തിരി പേര് വിളിക്കുന്നു, ടിവിയില് ഫോട്ടോ ഒക്കെ കാണിക്കുന്നു, ഇല്ലേ? അതൊക്കെ ഇല്ലായിരുന്നോ? അതിനൊക്കെ എങ്ങനെയാ, ആ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? നല്ല ഫീലിംഗ്, നല്ല സന്തോഷം തോന്നി. ചെയ്ത ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ ഇവർക്ക്, അതായത് നമ്മൾ കരുതുന്ന പോലെ ഒരു സെലിബ്രിറ്റി ഫീലിംഗ് ഒന്നും വരില്ല കേട്ടോ. നമുക്കാണ് സന്തോഷം. ഇല്ല, ഇവർക്ക് മുന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പേപ്പറിലും ന്യൂസിലേക്ക് കാണുമ്പോൾ ഇതുപോലെ ആയിരുന്നെങ്കിൽ അതിനൊന്നൊരു ആഗ്രഹം. ഹാപ്പി ആയിരിക്കും പാരന്റ്സ്. നമുക്ക് ആ ഒരു ഇത് വന്നപ്പോ അതെ, തീർച്ചയായിട്ടും. നമ്മളാണ് ശരിക്കും സന്തോഷിച്ചത്. അതെ, അത് കാര്യമായിട്ട് നമുക്കും ഒരു സന്തോഷമാണ് കേട്ടോ. അതായത് നമ്മൾ പഠിപ്പിച്ച്, അതായത് ഇപ്പം ഞങ്ങൾ ഒത്തിരി വർഷമായിട്ട് ഇതിനകത്തുണ്ടല്ലോ, പക്ഷേ ഒരു കുട്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ അയാളെ ഞാൻ പഠിപ്പിച്ചാന്ന് അറിയുമ്പോഴത്തേനും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ? അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾക്ക് എന്തുമാത്രം സന്തോഷമായിരിക്കും അല്ലേ മോന്റെ പടം ഇത്രയും, അതായത് വേറൊന്നുമല്ല, പഠിച്ച് ഇന്ത്യയിലെ ഒരു ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കാന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ചെറിയ ആൾക്കാരുടെ കാര്യം, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? എയ്ത്തില്. ചേട്ടന്റെ സക്സസ് ഒക്കെ കണ്ടില്ലേ? അടുത്ത കോമ്പറ്റീഷനുള്ള നമുക്ക് കേട്ടോ. 10ാം ക്ലാസ് കഴിയുമ്പോഴേ തൊട്ട് ഇവര് പറയാൻ തുടങ്ങും, ചേട്ടന് 6 നമുക്കൊരു 5 മേടിക്കണം എന്നൊക്കെ. ഓക്കെ, നമുക്കും പതിയെ അറിഞ്ഞോ ചേട്ടന്റെ റിസൾട്ട് ഒക്കെ? അറിഞ്ഞു, സന്തോഷം. അപ്പം വീട് എവിടെ ആയിരുന്നു? കോഴിക്കോട് പന്തീരംഗമാണ് വീട്. ഞാൻ ജോലി പുറത്താണ്, ഖത്തറിലാണ്. ഇപ്പൊ ഒരു 4 ദിവസത്തിന് ഈ ഒരു പ്രോഗ്രാം നമ്മുടെ വിക്ടറി ഡേക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ്. ചൊവ്വാഴ്ച പോകും. അമ്മ ടീച്ചറാണ്. ഓ, ശരി 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 ശരി. അപ്പോ നമ്മുടെ വിക്ടറി ഡേ എങ്ങനെ കാണുന്നു? വിക്ടറി ഡേ ആണെന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? വിക്ടറി ഡേക്ക് ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റ്സിൽ ഇരിക്കുക, നമ്മുടെ സ്റ്റേജിൽ കയറുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ? ഫസ്റ്റില് അങ്ങനെ ഇത്ര ടോപ്പിൽ കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. പിന്നെ ലാസ്റ്റിലേക്ക് ആയിപ്പോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓ, ശരി 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 ശരി. അപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മുടെ വിക്ടറി ഡേക്ക് അച്ഛൻ ഖത്തറിൽ നിന്നും ഇവര് കോഴിക്കോട് നിന്നും വന്നിരിക്കുകയാണ് എല്ലാവരും നമ്മുടെ വിക്ടറി ഡേ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ഇതാണ് ബ്രില്യന്റിന്, ഇവർക്ക്, അതായത് ബ്രില്യന്റിലേക്ക് പ്രതീക്ഷകളുമായി വന്ന മാഹിറിന് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സന്തോഷം ഇത് മാത്രമാണ്. എനിവേ മാഹിർ, കൺഗ്രാറ്റുലേഷൻസ്. ഒരു കാര്യം കൂടെ ചോദിക്കാൻ മറന്നുപോയി, മാഹിർ എന്ത് പഠിക്കാനാ പോകുന്നതെന്ന് അറിയണ്ടേ? അതോടെ മാഹിർ എന്താണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ IIT മദ്രാസിൽ AI ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, അതായത് നെക്സ്റ്റ് ജനറേഷൻ. ഓക്കെ, അപ്പൊ എങ്ങനെയായാലും കൺഗ്രാറ്റുലേഷൻ സർ. താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ, ശരി, ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.